വിലക്കയറ്റം വിലക്കയറ്റം വിലക്കയറ്റം. ഈ വിലക്കയറ്റത്തെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? പത്രം എടുത്ത് നോക്കണം. പത്രം എടുത്ത് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിലൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ കാണും. ഇതിപ്പോൾ രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് വെളിച്ചെണ്ണയുടെ വില കയറിയെന്ന്. 110 രൂപ ഒരു ലിറ്ററിന് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരാഫെഡിൻ്റെ കേര ഇനി കേരളത്തിലെ ഏറ്റവും വിലയേറിയ വെളിച്ചെണ്ണ ലിറ്ററിന് 110 കൂട്ടാനായിട്ട് തീരുമാനിച്ചതോടെ കേരത്തിന് വില കൂടിയെന്ന്. എന്താ അവസ്ഥയാണ്? വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ കയറി പോകുമ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം, ഈ പലരും പറയും കടയിലൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ എന്നൊക്കെ പറയുന്നത് വെളിച്ചെണ്ണയല്ല വേറെന്തോ എണ്ണയാന്നൊക്കെ പറയും. എങ്ങനെ കൊണ്ട് വെക്കാതിരിക്കും? അവസ്ഥ ഇതല്ലേ. ഇതുപോലെ വില കയറ്റി വെക്കുമ്പോഴത്തേക്കും കടയിൽ ഈ പറയുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ പറ്റത്തില്ല. അവർ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് മറ്റ് സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കൃത്രിമ എണ്ണയൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്നാ, വാങ്ങാൻ ആളുണ്ട്, ആൾക്കാർ വാങ്ങിച്ച് കഴിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ആശുപത്രിയിൽ കൊണ്ട് കളയും, എന്തെങ്കിലും അസുഖമൊക്കെ പിടിച്ച്. ആരോഗ്യത്തിൻ്റെ കാര്യമല്ലേ, പറഞ്ഞിട്ട് എന്നാ കാര്യം ഇരിക്കുന്നല്ലേ. ഈ സാധനങ്ങളുടെ എല്ലാം വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണക്കാരായ ആൾക്കാർക്ക് ശമ്പളത്തിൽ ഒരു വർധനയില്ല, സാധനങ്ങളുടെ വില കൂടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സാധാരണക്കാരെങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഇതുകൊണ്ടല്ലേ ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ നിന്നിട്ട് ഓടുന്നത്. എന്നിട്ടല്ലേ അങ്ങനെയല്ലേ ഈ ബംഗാളികളെല്ലാം ഇവിടെ വന്ന് താമസിക്കുന്നത്, ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ പണിയെടുക്കുന്നത്. ഇവിടെ ആരും പണിക്കാരെ ഒന്നും കിട്ടുന്നൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ സാധനങ്ങളുടെ വില കൂടുന്നു, ശമ്പളത്തിനൊന്നും വർധനമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും പെടുവല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പത്രം നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ കേരളം അറിയപ്പെട്ടിരുന്നത് തന്നെ ഗോഡ്സ് ഓൺ കൺട്രി, പച്ചപ്പിൻ്റെ നാട്. അതായത് വെളിച്ചെണ്ണയുടെ കാര്യം പറയുവാണെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ കൊപ്രയില്ല ആട്ടാൻ. അതാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. കൊപ്ര ആട്ടാൻ ഇല്ലാത്തപ്പം വേറെ സ്ഥലത്തുനിന്ന് എടുക്കുന്നു, അങ്ങനെ ഉണ്ടാക്കുന്നു, അങ്ങനെ വില കൂട്ടുന്നു. ഈ വിലയെല്ലാം കൂട്ടി ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ പാലിൻ്റെ വില കൂട്ടാൻ പോകുന്നു, 40 രൂപ കൂട്ടാൻ പോകുന്നു പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് അത് തൽക്കാലത്തേന് ഒന്ന് മാറ്റി വെച്ചേക്കും. ഇനി എപ്പോൾ വേണേലും കൂടാമെന്നൊരവസ്ഥയാണ്. കൂടുമ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന പോലെ ഇത് വാങ്ങാനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റിൽ നമുക്ക് ഈ പറയുന്ന ആവശ്യത്തിനുള്ള ശമ്പളം തൊഴിലിടങ്ങളിൽ കിട്ടാതെ വരുമ്പം നമ്മൾ പെടുവാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പത്രത്തിൽ കണ്ട ഒരു കാര്യമാണ്, ഇന്ത്യ മുന്നോട്ട് കേരളം പിന്നോട്ട്. എന്താണ്? നെൽകൃഷിയുടെ കാര്യത്തിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒത്തിരി കൃഷി സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ കർഷകരും കൃഷിയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഈ കൃഷിയിടങ്ങളെല്ലാം ഇങ്ങനെ മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങൾ പണിത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് ആളുകൾ ഇറങ്ങണമെങ്കിൽ അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യത്തിനുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല. വാഗോണ്ട് പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പമാണ്. എന്ത് ചെയ്യാം? സപ്പോർട്ടില്ലാതെ വരുമ്പോഴത്തേക്കും ഇതുപോലെ പലരും കൃഷി ചെയ്യത്തില്ല, ജലങ്ങളെല്ലാം തരിശു നിലമായിട്ട് കിടക്കും. ഇവിടെ ഈ കൃഷി കുറയും. എന്താ പറയുന്നത്? ഇതിനകത്ത് പറഞ്ഞത് നെൽകൃഷി എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞു. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ലോഡ് കണക്കിന് സാധനം ഇറക്കുവാണ്. ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് കൊടുത്തു വിടാനുള്ളതിന് പകരം നമ്മൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അരികളിൽ എന്തൊക്കെ മായം ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. എല്ലാവരും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. എന്തായാലും ലാഭം ഉണ്ടാക്കി എന്തായാലും സാധാരണക്കാരൻ്റെ പോക്കറ്റ് കയറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയല്ലേ കാര്യങ്ങൾ?